ഞാൻ നമ്മുടെ റൂമിൻ്റെ സെറ്റപ്പ് ഒന്ന് മാറ്റുന്ന കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ? റൂമിൻ്റെ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വേണം. ഇപ്പം നമ്മൾ റൂമിൽ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ടാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം റൂമിൻ്റെ ആ ഒരു ആകെ മൊത്തമുള്ളൊരു സെറ്റപ്പ് മാറ്റാനുള്ള ഇതൊന്നുമില്ല. അപ്പം നമുക്ക് ചെറുതായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് മാറ്റാം. അപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു കൊച്ചു ട്രൈപോഡ് വെച്ചിട്ടാണ് കേട്ടോ. സ്റ്റാൻഡിൻ്റെ മണ്ടയിലെടുത്ത് വെച്ച് അലമാരയുടെ മണ്ടയിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മാറ്റം എന്നുള്ള രീതിയിൽ ഒരു റിംഗ് ലൈറ്റും അതിൻ്റെ സ്റ്റാൻഡും ആട്ടോ മേടിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് മൊബൈൽ സ്റ്റാൻഡൊക്കെ അതിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഭയങ്കര അത് യൂസ്ഫുള്ളായിരിക്കും. വീഡിയോസ് ഇനി നമുക്ക് ഏത് ഡയറക്ഷനിൽ വെച്ച് വേണമെങ്കിലും എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചത് ഒരു പിൻട്രസ്റ്റ് വൈബായിട്ടുള്ളൊരു മിററാണ് കേട്ടോ. അതായത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് മേക്കോറായാലും എന്ത് കാര്യത്തിനായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു മിററാണ് കേട്ടോ. അപ്പം ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം ഞാനിപ്പം നമുക്ക് കണ്ണ് തന്നെ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മിററിനകത്തോട്ട് അടുപ്പിച്ചിങ്ങനെ പോയി നോക്കി, അപ്പോൾ എനിക്ക് സ്റ്റാൻഡ് വെച്ചേക്കുന്നത് മൊബൈൽ വെച്ചേക്കുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ആ ഒരു മിറർ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു LED ലൈറ്റാണ് കേട്ടോ. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കണം. ഞാൻ അത്യാവശ്യം എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാട്ടോ മേടിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഡെക്കറേഷൻ ഐറ്റംസ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മിക്ക യൂട്യൂബേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്ന കുറച്ച് ലീവ്സും അതേപോലെ മറ്റേ ജമന്തി പൂവിൻ്റെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഫെസ്റ്റീവ് ലുക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് മാറ്റി ട്രൈ ചെയ്യാൻ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നീട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കർട്ടൺ കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം കർട്ടൺ മേടിച്ചതിൽ എനിക്ക് ചെറുതായിട്ടൊന്ന് പണി പാളി. എന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി ലോങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 9 ഫീറ്റിൻ്റെ ആട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ അത്രയും വേണ്ടായിരുന്നെന്ന് എനിക്ക് മേടിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. പിന്നെ കുഴപ്പമില്ല, ഒരു കർട്ടണല്ലേ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാമല്ലോ. സംഭവം എന്തൊക്കെയാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നെന്ന് ഞാൻ ശരിക്കും മറന്നു പോയി കേട്ടോ. ഇനിയും കുറച്ച് ഐറ്റംസും അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാനുണ്ട്. അത് നമുക്ക് വഴിയേ കാണാം.